لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, രാജ്യത്ത് വംശീയത വളരെയധികം ശക്തിപ്പെടുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ദുഷ്ടമനസ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗീയ ചിന്തകൾ, മൃഗങ്ങളുടെ പേരിലടക്കം ചേർത്ത് വായിക്കുന്ന ഭീകരമായ തമാശകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭീകരതയും തമാശയും പരസ്പരം ചേർത്ത് വെക്കാൻ കഴിയുന്ന രണ്ട് വാക്കുകളല്ല, രണ്ട് പദങ്ങളല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് രണ്ടും ചേർത്ത് വെക്കേണ്ടുന്ന ദുരവസ്ഥയിലാണ് ഇന്ന് നാം അകപ്പെട്ടിട്ടുള്ളത്. അക്ബർ, സീത എന്നീ പേരുകളിലുള്ള രണ്ട് സിംഹങ്ങൾ ഒരുമിച്ച് ഒരു പാർക്കിൽ ജീവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ് നമ്മുടെ രാജ്യത്തെ ഒരു കോടതിയിൽ ഒരു പരാതി വന്നിട്ടുള്ളത്. ഒരു വലിയ സംഘടനയാണ് ആ പരാതി കൊടുത്തിട്ടുള്ളത് എന്നും നമുക്കറിയാവുന്നതാണ്. ഈ പരാതിയെ നിസ്സാരവൽക്കരിക്കുന്നതിന് പകരം ദൈവങ്ങളുടെ പേരെന്തിനാണ് മൃഗങ്ങൾക്കെന്നാണ് കോടതി ചോദിച്ചത്. ഇതൊക്കെ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ട് മൃഗങ്ങളുടെ പേരെന്താവണം എന്നതിലുള്ള തർക്കമല്ല, മറിച്ച് വംശീയത എത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്, മനുഷ്യ മനസ്സുകളെ വംശീയത എത്രത്തോളം മലീമസമാക്കുന്നു എന്നതിൻ്റെ നേർചിത്രമാണ് ഈ സംഭവം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. ഈ സവിശേഷമായ സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ ദൗത്യം എന്താവണം? തീർച്ചയായും നമുക്ക് നിർവഹിക്കാനുള്ള ചുമതല വർദ്ധിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, മനുഷ്യരെല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളും ആദിമ പിതാവായ ആദം അലൈഹിസ്സലാമയുടെ സന്തതികളുമാണെന്ന കാഴ്ചപ്പാടിനെയാണ്
തൗഹീദ് മുന്നോട്ട് വെക്കുന്നത്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ. അതാണ് തൗഹീദിന്റെ സവിശേഷത എന്ന് പറയുന്നത്. തൗഹീദ് മുന്നോട്ട് വെക്കുന്ന മാനവികതയിലൂടെ മാത്രമേ രാജ്യത്തും ലോകത്തും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വംശീയതയെ നമുക്ക് ചികിത്സിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു മനുഷ്യരോട് ആഗമനം പറയുകയാണ്, മാനവ കുലത്തോട് ആഗമനം പറയുകയാണ്. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധനകൾ, ഇബാദത്തുകൾ നിർവഹിക്കുവീൻ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുവീൻ. വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികളെയും പടച്ച ആദം അലൈഹിസ്സലാം മുതൽ മുഴുവൻ മനുഷ്യരെയും എന്ന് മാത്രമല്ല മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും പടച്ച ആ നാഥൻ, ആ നാഥന് മാത്രം നിങ്ങൾ ആരാധന നിർവഹിക്കുവീൻ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പ്രാപിച്ചേക്കും. മനുഷ്യരെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണവും ഈ പ്രപഞ്ചത്തിന്റെ പരിപാലനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു നാഥനാണ്. മനുഷ്യരെല്ലാവരും ആ നാഥന്റെ അടിമകളാണ്. മനുഷ്യരുടെ ആദിമ പിതാവ് ആദം അലൈഹിസ്സലാമയാണ്. ആ ആദം നബി അലൈഹിസ്സലാമയുടെയും ഹവ്വാ ബീവിയുടെയും സന്തതികളാണ് മുഴുവൻ മനുഷ്യരും. അവിടെ ജാതി മത വ്യത്യാസങ്ങളില്ല, അവിടെ വർണ്ണ വർഗ വൈജാത്യങ്ങളില്ല. എല്ലാവരും ഒരേ കുടുംബത്തിൽ അംഗങ്ങളാണ്. അതാണ് തൗഹീദ് പ്രസരിപ്പിക്കുന്ന മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ ആശയം എന്ന് പറയുന്നത്. ആ ആശയത്തിലൂടെ മാത്രമേ ലോകത്ത് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വംശീയതയെ നമുക്ക് ചികിത്സിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ആ മാനവികതയാണ് ഖുർആൻ പ്രസരിപ്പിക്കുന്നത്, തൗഹീദിന്റെ മാനവികത. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, മനുഷ്യരെ, നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ നാം വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയിട്ടുള്ളത്. നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നാമാണ്. അതാണ് തൗഹീദ്. നിങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നാമാണ്. നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അള്ളാഹു പറയാൻ, നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ്. വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയനായ ആൾ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ സൂക്ഷ്മതയുള്ള തഖ്വയുള്ളയാളാണ്. തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്കുള്ള ആദരവും നിങ്ങൾക്കുള്ള മഹത്വവും എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അഹ്മറ അലാ അസ്വദ ഇല്ലാ ബിത്തഖ്വാ. ഒരു അറബിക്കും അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല, ഒരു ചുവന്നവനും കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. തഖ്വയുടെ മഹത്വമല്ലാതെ ആർക്കിടയിലും യാതൊരു മഹത്വവുമില്ല. ഇതാണ് തൗഹീദിൽ നിന്ന് പ്രസരിക്കുന്ന മാനവികത. ഈ മാനവികതയുടെ പ്രബോധകരായി നാം ഏറ്റവും അധികം ജ്വലിച്ചു നിൽക്കേണ്ടുന്ന കാലമാണ് പുതിയ കാലം. അത് രാജ്യ സാഹചര്യമാണെങ്കിലും അത് ആഗോള സാഹചര്യമാണെങ്കിലും. കാരണം ശക്തിപ്പെടുന്നത് വംശീയതയാണ്. ഈ വംശീയതയെ പ്രതിരോധിക്കാൻ നാം ഇപ്പോൾ പറഞ്ഞ തൗഹീദിന്റെ അടിത്തറയിൽ നിന്ന് രൂപം കൊള്ളുന്ന മാനവികതയിൽ ഊന്നി 3 ദൗത്യങ്ങളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ 3 ദൗത്യങ്ങൾ വിശദീകരിക്കാനാണ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. ഒന്നാമത്തേത്, ആ തൗഹീദിലുന്നിയ മാനവികത ലോകത്തിന്റെ മുമ്പിൽ ആഗ്രഹിക്കുന്നത് ലോകത്ത് മുഴുക്കയും സമാധാനമുണ്ടാവണമെന്നാണ്. ലോകത്ത് സമാധാനമുണ്ടാവണം, മനുഷ്യന്റെ മനസ്സിൽ ആദ്യം അതുണ്ടാവണം.
പിന്നീട് കുടുംബങ്ങളിൽ ഉണ്ടാവണം, പിന്നീട് രാജ്യത്തുണ്ടാവണം, ലോകത്തുടനീളമുണ്ടാവണം. അതുകൊണ്ടാണ് ആ മാനവികതയുടെ പ്രബോധനം ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം ചെയ്യുമ്പോഴടക്കം സമാധാനത്തിന് വേണ്ടിയുള്ള ആശീർവാദമാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട അഭിവാദ്യം പോലും. പരസ്പരമുള്ള അഭിവാദ്യം പോലും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരേ ഒരു ദർശനം ഇസ്ലാമാണ്. വിവിധ അഭിവാദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ലോകത്ത് കാണുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്, അതിനെയൊന്നും ഇടിച്ചു താഴ്ത്തണ്ട. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അഭിവാദ്യം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വ്യക്തിയുടെ സമാധാനത്തിന്, കുടുംബത്തിന്റെ സമാധാനത്തിന്, രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, അള്ളാഹിന്റെ കാരുണ്യമുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സമൃദ്ധികളും നിങ്ങൾക്കുണ്ടാവട്ടെ. ആ പ്രാർത്ഥനയാണല്ലോ ഇസ്ലാമിലെ അഭിവാദ്യം എന്ന് പറയുന്നത്. അതാരോടാണ് ആ അഭിവാദ്യം അർപ്പിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അൻ തുത്ഇമ അത്അമ വതഖറഅ അസ്സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നീ ആളുകൾക്ക് ഉദാരമായി ഭക്ഷണം നൽകുക, നിന്നെക്കൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ ആളുകളെ നീ ഊട്ടുക. വതഖറഅ അസ്സലാമ, ഇസ്ലാമിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യങ്ങൾ പറയാൻ. നിന്നെക്കൊണ്ട് സാധ്യമാവുന്ന അളവിൽ ആളുകളെ നീ ഊട്ടുക, അന്നം നൽകുക. അതാണ് ഇസ്ലാമിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം. അതുപോലെ ഉത്കൃഷ്ടമായ കാര്യമാണ് വതഖറഅ അസ്സലാമ, നീ സലാം പറയുക. അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ മുഴുവൻ ആളുകൾക്കും, നീ അറിയുന്നവരും അറിയാത്തവരുമായ മുഴുവൻ ആളുകൾക്കും സലാം പറയുക. ആളുകൾ ഇങ്ങോട്ട് പറയട്ടെ എന്ന് കരുതി കാത്തു നിൽക്കേണ്ട. അസ്സലാമു അലൈക്കും, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. ഇസ്ലാം പറയുന്ന ഈ അഭിവാദ്യത്തിന് ഏറെ മഹത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനകും. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാവുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ യഥാർത്ഥ സത്യവിശ്വാസികളാവുകയുമില്ല. എന്നാൽ എങ്ങനെയാണ് പരസ്പരമുള്ള സ്നേഹമുണ്ടാവുക? ആളുകൾക്ക് എങ്ങനെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്കിടയിൽ എന്തെന്നില്ലാത്ത സ്നേഹം രൂപപ്പെടും. ഏതാണ് ആ കാര്യം? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം, സലാം പറയണം, എല്ലാവരോടും സലാം വ്യാപിപ്പിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിച്ചാൽ, സലാം പറയുന്നതിലൊന്നും യാതൊരു ലുബ്ധും വേണ്ട, സലാം വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ പരസ്പര സ്നേഹം ശക്തിപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു. ഹിജ്റ ചെയ്തു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആദ്യത്തെ സംസാരം എന്താണെന്നറിയോ? പ്രവാചകൻ ആദ്യമായി പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ അഭിമുഖീകരിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ് അഫ്ശുസ് സലാമ വഅത്ഇമുത് തആമ വസല്ലു വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. അയ്യുഹന്നാസ്, മനുഷ്യരെ, അഫ്ശുസ് സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ. റസൂലുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന് ആദ്യമായി ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞ വർത്താനാണ്, മനുഷ്യരെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ. വഅത്ഇമുത് തആം, നിങ്ങൾ ആളുകൾക്ക് ഉദാരമായി ഭക്ഷണം നൽകണേ. വസല്ലു വന്നാസു നിയാം, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണേ. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം, നിങ്ങൾ ആളുകൾക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കണം. മൂന്നാമതായി പറഞ്ഞു, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം.
തഹജ്ജുദ് നിസ്കരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രത്യഭിവാദ്യം ചെയ്യണം. അഭിവാദ്യം ചെയ്യുമ്പോൾ കൂടുതൽ പറയണം. പ്രത്യഭിവാദ്യം കൂടുതലായി പറയാനാ പറഞ്ഞത്. വൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. നിങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്, ഒരു അഭിവാദ്യം കൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ നല്ല പ്രത്യഭിവാദ്യമാണ് നിങ്ങൾ അങ്ങോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂടുതലായി പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമാധാനം ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യവും സമൃദ്ധികളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി അത് മുഴുവൻ പറയാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞ് മടക്കുകയെങ്കിലും വേണമെന്ന ഖുർആൻ പറയുന്നത്. അതാണ് സലാമിന്റെ പ്രാധാന്യം. കാരണം അത് ഞാൻ ആരോടാണോ സലാം പറയുന്നത് അയാളുടെ സമാധാനത്തിനും എൻ്റെ സമാധാനത്തിനും അയാളുടെയും എൻ്റെയും കുടുംബത്തിന്റെ സമാധാനത്തിനും മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്ന രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അഭിവാദ്യമാണ് സലാം. അഭിവാദ്യം മാത്രമല്ല, നമ്മുടെ നമസ്കാരങ്ങൾ ഏത് നിസ്കാരമാണെങ്കിലും എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവിധ നമസ്കാരങ്ങളുടെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ജനാസ നമസ്കാരം അടക്കമുള്ള എല്ലാ നമസ്കാരങ്ങളും അവസാനിപ്പിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നമസ്കാരങ്ങൾ പോലും അവസാനിപ്പിക്കുന്നത്. ഇനി നമസ്കാരം കഴിഞ്ഞാൽ വീണ്ടും സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. പടച്ചവനെ, നീ അനുഗ്രഹീതനായിരിക്കുന്നു. അല്ലാഹുവേ, ഔദാര്യവും മഹത്വവും ഉடைய പടച്ചവനെ, നീ അനുഗ്രഹീതനായിരിക്കുന്നു. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴും ഖുർആൻ പറഞ്ഞത് എന്താ? സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ അല്ലാഹു ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗവും സമാധാനത്തിന്റെ ഭവനമാണ്. കാരണം ഒരു മനുഷ്യന് ഒരുപാട് സമ്പത്ത് കിട്ടി, ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് നേടേണ്ടുന്നത് നേടുന്നില്ല. പക്ഷേ അതൊന്നും അത്രയ്ക്കും ഇല്ലെങ്കിൽ പോലും ഒരാൾക്ക് സമാധാനമുണ്ടെങ്കിൽ അയാൾ സംതൃപ്തനാണ്. അതാണ് സമാധാനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സമാധാനം നിലനിർത്താൻ വേണ്ടിയുള്ള ആത്മസംയമനത്തിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ നിരന്തരമായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇസ്ലാമിന്റെ മൗലികമായ ലക്ഷ്യങ്ങളിലൊന്നാണ്. നിർഭയത്വമുള്ള ഒരു അന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാവുക, സമാധാനമുള്ള ഒരു അന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാവുക. ആത്യന്തികമായ സമാധാനമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രതിരോധത്തിന് വേണ്ടി. നിൽക്കക്കള്ളിയില്ലാതെ ഇസ്ലാമിക ചരിത്രത്തിലും ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊന്നും നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിക ചരിത്രം വളരെ സുതാര്യമാണ്. പക്ഷേ അതെല്ലാം നിവൃത്തികേട് കൊണ്ട് സംഭവിച്ച പ്രതിരോധങ്ങളായിരുന്നു. ഒന്നും അങ്ങോട്ടുള്ള ആക്രമണങ്ങളായിരുന്നില്ല, ഹുജൂമായിരുന്നില്ല, ദിഫാ ആയിരുന്നു. ആക്രമണമായിരുന്നില്ല, പ്രതിരോധമായിരുന്നു ഇസ്ലാമിലെ എല്ലാ യുദ്ധങ്ങളും. കാരണം ഇസ്ലാം അവസാനമായി ലക്ഷ്യം വെക്കുന്നത് സമാധാനമുള്ള നിർഭയത്വമുള്ള ഒരു ലോക സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ദീനിന്റെ തൗഹീദ് ഉന്നുന്നത് മാനവികതയിലാണ്. ആ മാനവികത ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം സമാധാനമാണ്. ആ ശാന്തിയുടെ സമാധാനത്തിന്റെ സന്ദേശവാഹകരായി അന്ത്യദിനം വരെ നിലനിൽക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവണം. രാജ്യത്ത് ലോകത്ത് നീതി നിഷേധമുണ്ടാകുമ്പോ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. അതൊന്നും സമാധാനത്തിനെതിരല്ല. പക്ഷേ പ്രതിഷേധങ്ങൾ അത് രക്തച്ചൊരിച്ചിലുകളിലേക്കും കലാപങ്ങളിലേക്കും തെന്നിമാറാതിരിക്കാനുള്ള ജാഗ്രതയും ഉണ്ടാവണം. കാരണം സമാധാനത്തിന്റെ കാവൽഭടന്മാരായി വിശ്വാസികൾ എന്നെന്നും നിലനിൽക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം. മാനവികതയിലൂന്നിയ നമ്മുടെ ഒന്നാമത്തെ ദൗത്യം ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി കഴിവിന്റെ പരമാവധി ആത്മസംയമനം പാലിക്കുക എന്നുള്ളതാണ്. വിശ്വാസികൾ അത് പാലിച്ചത് കൊണ്ടാണ് എന്നും നമ്മുടെ രാജ്യത്ത്
സമാധാനം ഒരു പരിമിതമായ അളവിലെങ്കിലും നിലനിൽക്കുന്നത്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ പരിമിതമായ അളവിലെങ്കിലും നിലനിൽക്കുന്നത് വിശ്വാസികൾ ആ സമാധാനം അത് കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ്, ആത്മസംയമനം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. കാരണം അത് നമ്മുടെ വിശ്വാസത്തിൽ ഊന്നിയ മാനവികതയുടെ അടിസ്ഥാന ദൗത്യങ്ങളിൽ ഒന്നാണ് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളത്. മാനവികതയിൽ ഊന്നിയ രണ്ടാമത്തെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്, ഈ മാനവികത ഉൽപ്പാദിപ്പിക്കുന്ന തൗഹീദാണെന്ന് പറഞ്ഞു, ആ മാനവികതയിൽ ഊന്നിയ രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദം. നിങ്ങൾ നന്മയുടെ പുണ്യത്തിന്റെ ദൈവഭക്തിയുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. നിങ്ങൾ കുറ്റത്തിന്റെയും ശത്രുതയുടെയും കാര്യത്തിൽ ഒരിക്കലും സഹകരിക്കരുത്. കുറ്റകരമായ കാര്യങ്ങളിലും പരസ്പരം ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളിലും സഹകരണം വേണ്ട. പക്ഷേ പുണ്യത്തിന്റെയും ദൈവഭക്തിയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. സഹവർത്തിത്വം വേണം. വളരെ മനോഹരമായ സഹവർത്തിത്വം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. കാരണം നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള ഒരു മതവും, ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മതവും വിദ്വേഷം പഠിപ്പിക്കുന്നില്ല. മദ്ഹബന ഹിംസിഖാത്ത ആപസ് മേ ഭൈർ രഖ്ന എന്ന് അലാമ ഇഖ്ബാലിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ മഹാകവി ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാലിന്റെ കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ നാട്ടിലെ ഒരു മതവും പരസ്പര വൈരം പഠിപ്പിക്കുന്നില്ല, പരസ്പരം വിദ്വേഷത്തോടുകൂടി പെരുമാറാൻ പഠിപ്പിക്കുന്നില്ല. ആദ്യകാല മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിലുണ്ടായിരുന്ന അതിശക്തമായ സൗഹൃദത്തെ, സഹകരണ മനോഭാവത്തെ നമ്മുടെ ചരിത്രകാരന്മാർ ധാരാളം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ചരിത്രകാരനായ MGS ആ സൗഹൃദത്തെ വിശേഷിപ്പിച്ചത് പരസ്പരാശ്രിത സാമൂഹികത എന്നാണ്. പരസ്പരം ആശ്രയിക്കുന്ന സാമൂഹികതയായിരുന്നു ആദ്യകാല മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിലുണ്ടായിരുന്നത്. ആദ്യകാല മുസ്ലിം സമൂഹത്തിന് സമുദ്രയാത്രയ്ക്ക് കപ്പലുകൾ ആവശ്യമായിരുന്നു. ആരാണ് കപ്പലുകൾ സജ്ജീകരിച്ചു കൊടുത്തത്, നിർമ്മിച്ചു കൊടുത്തത്? ഈ രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികളായ ആശാരിമാരായിരുന്നു. അക്കാലത്ത് മുസ്ലിം പള്ളികൾ പണിതതും ഹൈന്ദവ വിശ്വാസികളായ ആശാരിമാർ തന്നെയായിരുന്നു. അമ്പലങ്ങളുടെയും പള്ളികളുടെയും നിർമ്മാണത്തിലെ സാമ്യത ഇന്ന് നമ്മൾ കാണുന്നു. പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ അമ്പലങ്ങളൊക്കെ പൊളിച്ച് പള്ളിയാക്കിയതാണെന്നാണ്. അതല്ല സഹോദരങ്ങളെ, യാഥാർത്ഥ്യം തിരിച്ചറിയണം. അമ്പലങ്ങൾ പണിതവർ തന്നെയായിരുന്നു മിക്കപ്പോഴും പള്ളികളും മസ്ജിദുകളും പണിതത് എന്നുള്ളതായിരുന്നു. കാരണം അത്രമാത്രം വലിയ സൗഹൃദവും സഹകരണവുമായിരുന്നു ചരിത്രത്തിൽ നിലനിന്നിരുന്നത് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് അധികാരം ലഭിച്ച ഒന്നാം നാൾ തന്നെ മാനവ സൗഹൃദത്തിലൂന്നിയ ഭരണമാണ് കാഴ്ചവെച്ചത്. സിന്ധിലെ ആദ്യത്തെ ഭരണാധികാരി ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹത്തെയൊക്കെ വലിയ മതപക്ഷപാതിയും തീവ്രവാദിയും ഒക്കെയായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ യാതൊരു മതപക്ഷപാതിത്വവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹൈന്ദവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഇബ്നു ഖാസിം സിന്ധ്. ബ്രാഹ്മണർക്കും ബുദ്ധമതക്കാർക്കുമെല്ലാം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നല്ല പങ്കാളിത്തവും പ്രാതിനിധ്യവും അദ്ദേഹം നൽകിയിരുന്ന ആദ്യത്തെ ഭരണാധികാരി, ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ഇബ്നു ഖാസിം സിന്ധ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ്. ഹിന്ദുമത വിശ്വാസിയായിരുന്ന കാക്സയായിരുന്നു ഇബ്നു ഖാസിമിന്റെ പ്രധാന സഹായി എന്ന് പറയപ്പെടുന്നു. ഇംഗ്ലീഷ് ചരിത്രകാരനായ ഏലിയട്ട് പറയാണ്, ക്ഷേത്രങ്ങൾ നന്നാക്കുവാനും ബ്രാഹ്മണരെ അവരുടെ മതവിശ്വാസം പിന്തുടരാനും ഇബ്നു ഖാസിം സൗകര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. നികുതി പിരിവിന് അദ്ദേഹം ചുമതലപ്പെടുത്തിയതും ബ്രാഹ്മണരായ ആളുകളെ ആയിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുസ്ലിം ഭരണാധികാരികൾ മാത്രമല്ല, ഹൈന്ദവ ഭരണാധികാരികളും നല്ല സൗഹൃദത്തിന്റെ ആശയങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. മുസ്ലിങ്ങളോട് വലിയ സൗഹൃദം അവര് കാത്തുസൂക്ഷിച്ചു. നമുക്കറിയാം, സാമൂതിരി രാജാക്കന്മാരും മുസ്ലിങ്ങളും ഇടഞ്ഞ അപൂർവം ചില സന്ദർഭങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാര്യമായ കാലങ്ങൾ അത്രയും കഴിഞ്ഞുപോയത് സൗഹൃദത്തോടു കൂടിയായിരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് തുറമുഖ നഗരത്തിൽ ചുങ്കം പിരിക്കാൻ
സാമൂദ് രാജാക്കന്മാർ നിയോഗിച്ചത് മുസ്ലിങ്ങളെയായിരുന്നു. അവരെയാണ് പിൽക്കാലത്ത് കോയമാർ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ടത് എന്നും കാണാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളെ, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ മുസ്ലിങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ആത്മാർത്ഥതയെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുവാൻ മുക്കുവന്മാരായ ആളുകളോട് സാമൂദ് രാജാവ് ആഹ്വാനം ചെയ്തിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എത്രയെത്രയോ വിവരണങ്ങൾ, ചരിത്ര വിവരണങ്ങൾ, മനോഹരമായ സൗഹൃദത്തിന്റെ വിശദീകരണങ്ങൾ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ കാണാൻ കഴിയും. സാമൂദ് രാജാവിനെ കുറിച്ച് പറയാൻ, വെള്ളിയാഴ്ച മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ ജുമാക്ക് പോകാതിരുന്നാൽ ജുമാക്ക് പോകാത്ത മുസ്ലിങ്ങളെ അദ്ദേഹം ശിക്ഷിച്ചിരുന്നു. വെള്ളിയാഴ്ച ജുമാക്ക് പോകാത്ത മുസ്ലിങ്ങൾക്ക് സാമൂതിരി പിഴ ഈടാക്കിയിരുന്നു. മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ, അവരുടെ അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മുസ്ലിങ്ങൾ ജീവിക്കുമ്പോഴാണ്, അവരുടെ മതം അവർ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് രാജ്യത്തെ സൗഹൃദവും പരസ്പര സ്നേഹവും നിലനിൽക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുള്ളവരായിരുന്നു ചരിത്രത്തിലെ ഹൈന്ദവ ഭരണാധികാരികൾ പോലും എന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് സഹോദരങ്ങളെ. ആ സൗഹൃദം ജീവിതാന്ത്യം വരെ നിലനിൽക്കുവാൻ എന്നല്ല, ലോകത്തിന്റെ അന്ത്യം വരെ നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആയുഷ്കാലത്ത് നാം നിർവഹിക്കേണ്ടത്. അതാണ് മാനവികമായ നമ്മുടെ രണ്ടാമത്തെ ചുമതല എന്ന് പറയുന്നത്. നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നതിന് ജാതിയുടെ, മതത്തിന്റെ അതിർവരമ്പുകൾ വേണ്ട. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും സാഹോദര്യ തുല്യം പെരുമാറുക, രാജ്യനിവാസികളെ മുഴുവൻ ഒരേ കണ്ണോടുകൂടി പരസ്പര സ്നേഹത്തോടെ ഗുണകാംക്ഷയോടുകൂടി കാണുക. ഇത് തന്നെയാണ് നമ്മുടെ സൗഹൃദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മാനവികമായ നമ്മുടെ മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് പരോപകാരമാണ്. ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിവിന്റെ പരമാവധി ചെയ്യാവുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്ത്, ജനസേവനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. അവിടെയും ജാതി മത വ്യത്യാസങ്ങളില്ല, എല്ലാവർക്കും ചെയ്യാം. കക്ഷി രാഷ്ട്രീയ ചിന്തകളും അവിടെ കടന്നു വരാൻ പാടില്ല. എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു പറയാൻ, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, മതപരമായ കാര്യങ്ങളിൽ നിങ്ങളോട് ഇങ്ങോട്ട് പോരാടാത്ത, യുദ്ധം ചെയ്യാത്ത ആളുകളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുന്നതിന് ഒരു വിരോധവുമില്ല. നല്ല നിലയിലാണ് നിങ്ങൾ അവരോട് വർത്തിക്കേണ്ടത്. നിങ്ങളോട് ഇങ്ങോട്ട് പോരാടാത്ത, യുദ്ധം ചെയ്യാത്ത ആളുകളോട് നല്ല നിലയിൽ വർത്തിക്കണം. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ ആട്ടിപ്പുറത്താക്കാത്ത ആളുകളോട് നിങ്ങൾ സഹവർത്തിത്വത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. അവർക്ക് നിങ്ങൾ ഉപകാരങ്ങൾ ചെയ്യണം, പുണ്യങ്ങൾ ചെയ്യണം. അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം, അവർക്ക് നിങ്ങൾ പുണ്യങ്ങൾ ചെയ്യണം, ബിർറ് ചെയ്യണം. അവരോട് നിങ്ങൾ നീതിയിൽ വർത്തിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയം അല്ലാഹു നീതിയിൽ വർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അവിടെ ജാതി മത വ്യത്യാസങ്ങളില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് അത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. അസ്മാ ബിൻതി അബീ ബക്കർ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അവരുടെ മാതാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന, പ്രവാചകരെ, എന്റെ ഉമ്മ എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഉമ്മയോടുള്ള ബന്ധം ചേർക്കുകയും ഉമ്മയോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതുണ്ടോ? നാം സുലി ഉമ്മക്കി, നീ നിന്റെ മാതാവിനോടുള്ള ബന്ധം ചേർക്കുക. ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നതിൽ, അവരോടുള്ള കടപ്പാടുകളും ബാധ്യതകളും പൂർത്തീകരിക്കുന്നതിൽ മതത്തിന്റെ, ജാതിയുടെ, വിശ്വാസത്തിന്റെ അതിർവരമ്പുകൾ പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പാടില്ലെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് പരമാവധി കഴിവിന്റെ പരമാവധി മാക്സിമം ഉപകാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയുടെ മാനവികമായ മൂന്നാമത്തെ ചുമതല എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു രണ്ട് സ്ത്രീകളെ കുറിച്ച്, ഫുലാനത്തുൻ തുദ്കറു മിൻ സ്വലാത്തിഹാ വസിയാമിഹാ ഗൈറ അന്നഹാ തുഅദി ജിറാനഹാ ബിലിസാനിഹാ. ഒരു സ്ത്രീ ഒരുപാട് നിസ്കരിക്കുന്ന സ്ത്രീയാണ്, ഒരുപാട് നോമ്പെടുക്കുന്ന സ്ത്രീയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അതായത് നാവ് കൊണ്ട് അയൽക്കാർ ഉപദ്രവിക്കും എന്നുള്ളതാണ് ആ സ്ത്രീയുടെ കുഴപ്പം.
അവരുടെ നാവ് കൊണ്ടവർ അയൽക്കാരെ ഉപദ്രവിക്കുമെന്നൊരു കുഴപ്പം അവരെ കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിന്നാർ, എത്ര നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും കാര്യമില്ല, നാവ് കൊണ്ട് അയൽക്കാരെ ഉപദ്രവിക്കുന്ന അവർ നരകത്തിലാണ്. വഫുലാനത്തുൻ ലാ തുദക്കറു മിൻ സ്വലാത്തിഹാ വസിയാമിഹാ ഗൈറ അന്നഹാ തതസദ്ദഖു ലിജിറാനിഹാ. വേറൊരു സ്ത്രീ നോമ്പും നിസ്കാരമൊന്നും ഒരുപാടൊന്നുമില്ല, നിർബന്ധമായ നിസ്കാരവും നോമ്പും പിന്നെ അത്യാവശ്യം റവാത്തിബ് സുന്നത്തുകളും ആ പ്രബലമായ സുന്നത്ത് നോമ്പുകളൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ പേര് കേട്ട നിസ്കാരവും നോമ്പൊന്നുമില്ല. പക്ഷേ ഗൈറ അന്നഹാ തതസദ്ദഖു ലിജിറാനിഹാ, സാധ്യമാവുന്ന രീതിയിൽ അയൽവാസികൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യും, അവരോട് നല്ല നിലയിൽ പെരുമാറും, മനുഷ്യരോടൊക്കെ നല്ല നിലയിൽ പെരുമാറുകയും അവർക്ക് ഉപകാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണ്, അവർക്കുള്ളതാണ് സ്വർഗമെന്ന് പറയുന്നത്. പരോപകാരം പരമപ്രധാനമാണ് സഹോദരങ്ങളെ. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാതെ, അവരുടെ ജീവിതം മനസ്സിലാക്കി അവർക്ക് സാധ്യമായ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ, അവരോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് നമ്മൾ ആരും ധരിക്കണ്ട. ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ഖുർആൻ പറയാണല്ലോ, നിസ്കാരക്കാർക്ക് നാശം. ജനങ്ങളെ കാണാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. നിസ്കാരത്തിൽ നിന്ന് പ്രചോദിതമായി മനുഷ്യർക്ക് നന്മകൾ ചെയ്യാൻ അവരെ തയ്യാറാവുന്നില്ല. അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് അവർ വിസ്മൃതിയിലാണ്. അല്ലദീനഹും യുറാഊൻ, അവർ ജനങ്ങളെ കാണിക്കുകയാണ്, പ്രദർശനപരതയാണ്. വയംനഊനൽ മാഊൻ, പരോപകാരം തടയുകയാണ്. നിസ്കരിക്കണം, നോമ്പെടുക്കണം, എല്ലാ ആരാധനകളും നമ്മെ കൊണ്ട് സാധ്യമാവുന്ന അളവിൽ നന്നായി തന്നെ നമ്മൾ ചെയ്യണം. അതൊന്നും ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്, അതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ തന്നെ നമ്മൾ നിർവഹിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ അതൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിനാണ് നീ ആരാധനകൾ നിർവഹിക്കുന്നത്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, ഈ സൃഷ്ടിജാലങ്ങൾ അല്ലാഹുവിന്റെ കുടുംബമാണ്. അള്ളാഹിന്റെ സൃഷ്ടികളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിന്റെ അടിമകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ്. നീ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്. നിന്റെ ചുറ്റുപാടുമുള്ളത് അള്ളാഹുവിന്റെ അടിമകളാണ്. അവർക്ക് നീ കഴിവിന്റെ പരമാവധി ഉപകാരങ്ങൾ ചെയ്യണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം തന്റെ അടിമകളിൽ, അള്ളാഹുവിന്റെ അടിമകൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരെയാണ്. സഹോദരങ്ങളെ, ആ ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. പരോപകാരം, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ തടയാതെ പ്രയോജനപ്രദമായ സേവനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. എന്തെല്ലാമാണ് ജനങ്ങൾക്ക് തടയാൻ പാടില്ലാത്ത പരോപകാരങ്ങൾ, എന്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി വിശദീകരിച്ചു തന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ എന്തൊക്കെയാണത്? തടയാൻ പാടില്ലാത്ത പരോപകാരങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, വെള്ളം, തീ, ഉപ്പ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വെള്ളം അത് പരമപ്രധാനമാണ്, അതിന്റെ ആവശ്യമൊക്കെ മനസ്സിലാവും, പക്ഷേ തീക്കും ഉപ്പിനുമൊക്കെ ഇത്ര വലിയ പ്രാധാന്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ പ്രാധാന്യമുണ്ട്. ആരെങ്കിലും തീ കൊടുത്താൽ, തീ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഏതർത്ഥത്തിലാണോ നമുക്ക് ആ രീതിയിൽ സഹായിക്കാൻ, അടുക്കള കാര്യങ്ങളിൽ നമുക്ക് സഹായിക്കാൻ കഴിയുക, ആ അർത്ഥത്തിൽ സഹായിക്കുക. ആരെങ്കിലും തീ കൊടുത്താൽ ആ തീ കൊണ്ട് വേവിക്കപ്പെട്ടത് അത്രയും ധർമ്മം ചെയ്തവനെ പോലെയാണ് അയാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു ആയിഷ ബീവിക്ക്. ആരെങ്കിലും ഉപ്പ് നൽകിയാൽ ആ ഉപ്പ് മുഖേന സ്വാദിഷ്ടമായ ഭക്ഷണം ദാനം ചെയ്തവനെ പോലെയാണ് അയാൾ. കുടിവെള്ളത്തിന് പ്രയാസപ്പെടുന്ന സ്ഥലത്ത് ആർക്കെങ്കിലും വെള്ളം നൽകി സഹായിച്ചാൽ അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. കുടിവെള്ളമില്ലാത്ത, കുടിവെള്ളത്തിന് പ്രയാസപ്പെടുന്ന ഒരു പ്രദേശത്ത് ഒരു കിണറുണ്ടാക്കാൻ, ഒരു കുഴൽ കിണറുണ്ടാക്കാൻ, അതല്ലെങ്കിൽ ഒരു ജലപദ്ധതി ഉണ്ടാക്കാൻ ഒരാളെ സഹായിച്ചാൽ അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ, അടിമയെ മോചിപ്പിച്ചതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ്. അടിമയെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ഇസ്ലാമിലെ പല പ്രായശ്ചിത്യങ്ങളും പല പാപങ്ങളുടെ പ്രായശ്ചിത്യങ്ങളും പറയുമ്പോൾ ഒന്നാമതായി പറയുന്നതാണ് അടിമമോചനം. അടിമകളുള്ള കാലമായിരുന്നുവെന്ന്, അതിന് വലിയ പ്രതിഫലമാണ് ഇസ്ലാമിലുള്ളത്. അപ്പൊ അതിന്റെ മഹത്വമാണ് കുടിവെള്ളം നൽകിയാൽ, കുടിവെള്ളം സജ്ജീകരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ആളുകൾക്ക് ഉപകാരം ചെയ്യുക എന്നതാണ് നമ്മുടെ ദൗത്യം. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം മുതൽ തന്നെ
ഭക്തകളായിട്ട് വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കാനും മലമൂത്ര വിസർജനം ചെയ്യാനും നമ്മുടേതടക്കമുള്ള മസ്ജിദുകൾ, പല ആരാധനാലയങ്ങളും തുറന്നു വെക്കപ്പെടാറുണ്ട്, സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. അതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മുടെ മൂത്രപ്പുര, അതുപോലെ തന്നെ അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ തുറന്നു വെക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്. ഇതൊക്കെ നമ്മളീ പറഞ്ഞ പരോപകാരത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. വീടുകളിലും പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി ഇത്തരം ആളുകൾക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. കാരണം പരോപകാരം മാനവികമായ, അതോടൊപ്പം തന്നെ ദീനീയായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആളുകൾക്ക് ഭക്ഷണമോ കുടിവെള്ളമോ, ഇനി അതല്ലെങ്കിൽ മോരുവെള്ളമോ, അതല്ലെങ്കിൽ അവരുടെ സൗകര്യപ്പെടുത്തലിന്റെ ഗണത്തിൽ, അവരുടെ ആവശ്യ നിർവഹണത്തിന്റെ ഗണത്തിൽ അവർക്ക് കുടിക്കാനും കുളിക്കാനും ഉറങ്ങാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് നൽകാവുന്നതാണ്. അതാർക്കും നൽകാവുന്നതാണ്. അതാർക്കും നൽകാം. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ആർക്കും നൽകാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ജനത അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്ന ആരാധനകളിൽ ഏകദൈവ വിശ്വാസികളായ നാം പങ്കുകൊള്ളാൻ പാടില്ല. അത് പ്രത്യേകം പറയേണ്ടതില്ല, കാരണം ആളുകൾക്കൊക്കെ അത് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ അടുത്ത കാലത്ത് ചില ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ പേരിലാണ് അത് പ്രത്യേകമായിട്ട് ഉണർത്തുന്നത്. കാരണം ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം, അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം എന്നുള്ളതാണ്. നാം നിർവഹിക്കുന്ന പരോപകാര പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രചോദനം എന്ന് പറയുന്നത് തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുള്ള മാനവികതയാണ്. തൗഹീദിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. കാരണം തൗഹീദിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ മഹാപാതകമാണ്, ശിർക്കാണത്. അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നിശ്ചയം അല്ലാഹു തന്നിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കൂല, അതിന്റെ താഴെയുള്ളതൊക്കെ പൊറുക്കും. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല എന്നുള്ളതാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ധാരാളം നിർവഹിക്കേണ്ടുന്ന ദിനരാത്രങ്ങൾ കൂടിയാണിത്. കാരണം ശഅബാൻ മാസത്തിലൂടെ അതിന്റെ മധ്യഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ശഅബാൻ മാസത്തിന്റെ ദിനരാത്രങ്ങളെ ധാരാളമായിട്ട് പ്രയോജനപ്പെടുത്തുക. ബറാഅത്ത് എന്ന പേരിൽ ചില ദുരാചാരങ്ങൾ, ചില ആഘോഷങ്ങളൊക്കെ ചിലയിടങ്ങളിൽ കണ്ടുവരാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ദിവസങ്ങൾ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അത് ശഅബാൻ മുഴുവനും പ്രാധാന്യമുള്ള കാര്യമാണ്, നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. അതോടൊപ്പം തന്നെ അയ്യാമുൽ ബീദിൽ സാധ്യമാവുന്നവർ എല്ലാ മാസത്തെയും, എല്ലാ അറബി മാസത്തെയും 13, 14, 15 ദിനങ്ങൾ പ്രാധാന്യമുള്ളതാണ്. അതിലും തർക്കമില്ല. ശഅബാൻ 15-ാം രാവിനെ ഇസ്തിഗ്ഫാറും തൗബക്കും വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതും ആവശ്യമായ കാര്യമാണ്. ശഅബാൻ 15-ാം രാവിനെ ഇസ്തിഗ്ഫാറും തൗബക്കും വേണ്ടി പ്രയോജനപ്പെടുത്തണം. കാരണം സ്വഹീഹായ ഹദീസ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്തലിയുല്ലാഹു അസ്സ വജല്ല അലാ ഖൽഖിഹി ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിരിൻ. ബറാഅത്തുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം ദുർബല നിവേദനങ്ങളുണ്ട്. പക്ഷേ ശഅബാൻ 15-ാം രാവിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് ആർക്കും തർക്കമുന്നയിക്കാൻ സാധിക്കാത്ത തീർത്തും സ്വഹീഹായ ഒരു ഹദീസാണിത്. അതായത് യത്വലിഉല്ലാഹു അസ്സ വജല്ല അലാ ഖൽഖിഹി, അല്ലാഹു തആല തന്റെ സൃഷ്ടികളിലേക്ക് എത്തി നോക്കും. ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവിൽ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അല്ലാഹു തന്റെ സൃഷ്ടികൾക്കെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിരിൻ, ബഹുദൈവാരാധന നിർവഹിക്കാത്ത, പരസ്പര വിദ്വേഷമില്ലാത്ത മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും ശഅബാൻ 15-ാം രാവിൽ നിന്ന് സ്വഹീഹായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടതുകൊണ്ട് ആ രാവിനെ ഇസ്തിഗ്ഫാറിന് വേണ്ടി, തൗബയ്ക്ക് വേണ്ടി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വംശീയതയുടെ കാലത്ത് വിശ്വാസികൾ നിർവഹിക്കേണ്ട മാനവികമായ 3 ഉത്തരവാദിത്തങ്ങളാണ് നാം ഈ ഖുത്ബയിൽ കാര്യമായി പറഞ്ഞത്. ഒന്ന്, സമാധാനം നിലനിൽക്കാൻ ആവശ്യമായ ആത്മസംയമനം കൈവെടിയാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. 2, 3 കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. ജാതിമത വ്യത്യാസങ്ങളിൽ
വ്യത്യാസങ്ങളില്ലാതെ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ സൗഹൃദവും പരോപകാരവും എല്ലാവരോടും നിലനിർത്തുക എന്നുള്ളതാണ്. ഈ 3 മാനവികമായ ദൗത്യങ്ങളും തൗഹീദിൽ ഊന്നിക്കൊണ്ട് നിർവഹിക്കുവാൻ, അതല്ലെങ്കിൽ തൗഹീദ് പ്രസരിപ്പിക്കുന്ന ഈ 3 മാനവികമായ ദൗത്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹു അവരുടെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവാനും റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുറാത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം അല്ലാഹു മിന്നൽ വേഗത്തിലുള്ളതാക്കി തീർക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം സന്തോഷത്തോടെ, സമാധാനത്തോടെ, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവെ, പടച്ചവനെ, അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം ഭീകരമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിലുള്ളത് എന്ന് അറിയുന്നു, കേൾക്കാൻ സാധിക്കുന്നു. അള്ളാഹുവേ, അള്ളാഹു അഅലം. പടച്ചവനെ, നിനക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. അള്ളാഹുവേ, ആ ജനത പടച്ചവനെ നിന്റെ സംരക്ഷണത്തിലായിക്കൊണ്ട് പടച്ചവനെ അവിടുത്തെ കുഞ്ഞുമക്കൾ, അവിടുത്തെ സ്ത്രീകളെ പടച്ചവനെ നീ സഹായിക്കണേ റബ്ബേ. അള്ളാഹുവേ, വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാതെ, അള്ളാഹുവേ, അന്നമില്ലാതെ, അപ്പമില്ലാതെ, അഭയമില്ലാതെ, അള്ളാഹുവേ, മലമൂത്ര വിസർജനത്തിന് സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവേ, ആവശ്യമായ പ്രാഥമികമായ ചികിത്സ പോലും ലഭിക്കാതെ, അള്ളാഹുവേ, പ്രാഥമികമായ പ്രസവ ശുശ്രൂഷ പോലും ലഭിക്കാതെ, അള്ളാഹുവേ, പലസ്തീനിലെ സ്ത്രീകൾ പടച്ചവരെ, അവിടുത്തെ കുഞ്ഞുമക്കൾ, അള്ളാഹുവേ, വൃദ്ധജനങ്ങൾ നാദാ പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവേ, പടച്ചവരെ, അള്ളാഹുവേ, മസ്ജിദുൽ അഖ്സക്ക് നീ സമ്പൂർണ്ണ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, റഫയിൽ പ്രയാസപ്പെടുന്ന പടച്ചതമ്പുരാനെ, അള്ളാഹുവേ, ഗാസയിൽ പ്രയാസപ്പെടുന്ന, ഗസ്സയിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ
പടച്ചവരെ നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യാസന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റേണമേ തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ അവർ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ അവരുടെ പരീക്ഷകളിൽ അവർക്ക് ഉന്നതമായ വിജയം നൽകി പടച്ച തമ്പുരാനെ നീ പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ അബ്ദുൽ നാസർ മഅദനി വലിയ പ്രയാസത്തിലാണെന്ന് കേൾക്കുന്നു. അല്ലാഹുവേ മഅദനി ഉസ്താദിനെ പടച്ചവനെ അല്ലാഹുവേ സമ്പൂർണ്ണമായ ശമനം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് നീ രക്ഷ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഇനിയും ദുരിതത്തിലാക്കി അദ്ദേഹത്തെ നീ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ വീടകങ്ങളിലും കുടുംബങ്ങളിലും രോഗികളായ ആളുകളുണ്ട്. അല്ലാഹുവേ അവരെ എല്ലാവരെയും ചെറുതും വലുതുമായ രോഗങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും പടച്ച തമ്പുരാനെ അവർക്കെല്ലാവർക്കും നീ സമ്പൂർണ്ണമായ ശമനം നൽകി നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാ പടച്ചവരെ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ പടച്ചവരെ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. പടച്ചവരെ ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ചു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബ അൻ നബി ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വ സ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ ലാ തുഅذിബ്നാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മതവാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീനൽ മുജാഹിദീന ഫീ ഫിലസ്തീൻ അല്ലാഹുമ്മ അൻസുർഹും ഫീ ഗസ്സ അല്ലാഹുമ്മ അൻസുർഹും ഫീ കുല്ലി മകാൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.